ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ ഒരു വീഡിയോ കാണുകയുണ്ടായി. അത് കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞുപോയി. ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. മാളയിലുള്ള ഒരു 70% ഡിസബിലിറ്റി നേരിടേണ്ടി വന്ന ഒരു പെൺകുട്ടിക്ക് മുഖ്യമന്ത്രി പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സൗകര്യം ഏർപ്പെടുത്തുന്നൊരു വീഡിയോ ആണ്. ആ കുഞ്ഞിന് MBAക്ക് അഡ്മിഷൻ കിട്ടുന്നു. അപ്പോൾ ക്ലാസ് മുറി തൊട്ട് മുകളിൽ 2ാമത്തെയോ 3ാമത്തെയോ മുകളിലാണ് ആ കുട്ടിയുടെ ക്ലാസ്. അപ്പോൾ അവിടെ പോയി 70% ഡിസബിലിറ്റി ഉള്ളൊരു കുട്ടിയായതുകൊണ്ട് അവിടെ കയറി ചെന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ആ ഒരു കാര്യം മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ട് ആ ഒരു ബുദ്ധിമുട്ട് പറയുമ്പോഴത്തേക്ക് മുഖ്യമന്ത്രി ആ കുട്ടിയെ സഹായിക്കുന്നൊരു വീഡിയോ ആണ്. അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ മുഖ്യമന്ത്രി വി.ഡി. സതീശന് ഇഷ്ടമുള്ള ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. എത്ര ആളുകൾ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നറിയാനാണ്. ഒരുപാട് ഞാൻ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ ചിലപ്പോൾ കുറ്റപ്പെടുത്തുന്നുണ്ടാവാം. കുറ്റപ്പെടുത്തുമ്പോഴും ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ കൂടി എടുത്ത് പറയേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കി തരുന്നൊരു വീഡിയോ ആണ്. അയാൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ആരും കാണാതെ പോകുന്നത് ശരിയല്ല. നല്ല കാര്യങ്ങൾ കൂടി സംസാരിക്കണമെന്നാണ് ഈ കുറ്റപ്പെടുത്തുന്ന ആളുകളോട്. എന്തായാലും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ചെയ്തത് നല്ലൊരു കാര്യം തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്യണം. ഓക്കെ, ഞാനിവിടെ ആ ഒരു വീഡിയോ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ. മുഖ്യമന്ത്രിയെ കല്ലെറിയുന്ന ആളുകൾ കാണേണ്ടുള്ള വീഡിയോ ആണ്. ആ മനുഷ്യൻ ചെയ്യുന്ന നല്ല പ്രവൃത്തികളൊന്നും ഇതൊന്നും ആരും കാണത്തില്ല. നേരെ മറിച്ച് പുള്ളിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു വായിന്നൊരു മിസ്റ്റേക്കോ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അതെടുത്ത് വെച്ചിട്ട് ആ പുള്ളിയെ കരുവാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഈ വീഡിയോ ഉറപ്പായിട്ട് കാണണം. നിങ്ങളെന്തായാലും ആ ഒരു വീഡിയോ കണ്ടു നോക്കി. ആ കുട്ടിയുടെ ആ വീഡിയോ കണ്ട് വീഡിയോയുടെ ഇൻഡിൽ ആ ചിരിയിൽ, ആ കുട്ടിയുടെ ചിരിയിലെല്ലാം ഉണ്ടെന്ന് ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അത്രയും സന്തോഷം ആ കുട്ടിയുടെ മനസ്സിനകത്ത്. ഒന്ന് ആലോചിച്ച് നോക്കി, 70% ഡിസബിലിറ്റി ഉള്ളൊരു കുട്ടി പഠിക്കാൻ വേണ്ടിയിട്ട്, വേറെ ഒന്നിനുമല്ല, പഠിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയോടൊരു സഹായം ചോദിക്കുമ്പോഴത്തേക്ക് അത് നിറവേറ്റി കൊടുക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ അല്ലെങ്കിൽ ആ സന്തോഷം ഉണ്ടല്ലോ, അവസാനം ആ ചിരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളൊന്ന് കണ്ടു നോക്കുക വീഡിയോ. സ്റ്റെപ്പാണുള്ളത്. എനിക്ക് വീൽ ചെയർ കൊണ്ടുപോകുന്നത്. വീൽ ചെയർ കയറൂല മുകളിലേക്ക്, ലിഫ്റ്റ് ഇല്ല അല്ലേ? ഹോസ്റ്റലായാലും അവിടെ എനിക്ക് അപ്പം കൂടെ വേണം, അല്ലെങ്കിൽ കയറ്റേക്കായിട്ട് ആരെങ്കിലും വേണം. അപ്പൊ അതിനും സൗകര്യമില്ല. ഒറ്റയ്ക്ക് സ്വന്തം കാര്യമൊന്നും ചെയ്യാൻ പറ്റില്ല. 70% ഡിസബിലിറ്റി ഉണ്ട്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി VC ഉണ്ട്. VC വൈസ് പ്രിൻസിപ്പളാണ്. ഈ ഫസ്റ്റ് സെമ്മിന്റെ ക്ലാസ് മുകളിലാണല്ലേ. എന്തെങ്കിലും ക്ലാസ് തൽക്കാലത്തേക്ക് ആക്കണം. നമ്മളൊരു സംവിധാനം റാമ്പാണ്ടെങ്കിൽ നമ്മൾ ചെയ്തു തരാം. ഞാൻ VC കൊണ്ടാണ് സംസാരിക്കുന്നത്. ഏടാ എന്തെങ്കിലും അറേഞ്ച്മെന്റ് ചെയ്തു തരാന്ന് പറഞ്ഞു. അപ്പൊ പഠിക്കും. ഞാൻ നമ്മുടെ ലിഫ്റ്റ് പണിയാൻ വേണ്ടിയുള്ള ഓരോ പരിപാടി കൂടി ചെയ്യിപ്പിക്കാം. എൻ്റെ ഇടയിൽ നമുക്ക് ക്ലാസ് താഴത്തേക്ക് ആക്കാം. ടീച്ചേഴ്സിന്റെ കോഴ്സിൽ തൽക്കാലമാക്കാം കേട്ടോ. കഴിക്കുമ്പോൾ വെയിക്കായിട്ട് പഠിച്ചോളാം. ഇതിന്റെ ആവശ്യമുണ്ടെങ്കിലും വിളിച്ചോളാം. കണ്ടില്ലേ ആ കുട്ടിയുടെ മുഖത്തെ ചിരി ഉണ്ടല്ലോ, അതിനകത്തുണ്ട് എല്ലാം. ഈ കുറ്റപ്പെടുത്തുന്ന ആളുകൾ ഇതൊന്ന് കാണണം കേട്ടോ, ഈ വീഡിയോ ഒന്ന് കാണണം. ഇതെങ്ങനെ ആയിരിക്കണം ഒരു ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു ജനപ്രതിനിധി, ജനങ്ങളുടെ നേതാവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ ബുദ്ധിമുട്ടെല്ലാം മനസ്സിലാക്കി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പഠിക്കണം. ഇനി ഞാനിവിടെ വേറൊരു വീഡിയോ കൂടെ ഞാൻ ഇവിടെ വെച്ച് തരാം, അതും കൂടെ ഒന്ന് കണ്ടു നോക്കേ. എന്നാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം. വീഡിയോ കാണുന്ന ആളുകളെല്ലാം ഉറപ്പായിട്ടൊന്ന് അഭിപ്രായം കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ പ്രചരണം നടത്തിയത് മുഖ്യമന്ത്രിയെ കാണാൻ അനുമതി കൊടുക്കുന്നില്ലെന്ന് ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കും. ആർക്കും വന്ന് എന്നെ കാണാം, അതിനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, ആയിരക്കണക്കിന് ആളുകളാണ് കാണാൻ വരുന്നത്.
10,000-കണക്കിന് പരാതികളാണ് കിട്ടുന്നത്. ആ പരാതികൾ പരിഹരിക്കാനുള്ള സംവിധാനവും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെയ്തിട്ടുണ്ട്. ആർക്കും വേണമെങ്കിൽ ഒരാൾക്കും എൻ്റെ ഓഫീസ് ഇതുവരെ അനുമതി നിഷേധിച്ചിട്ടില്ല. നിങ്ങൾ പല വാർത്തകളും കൊടുത്തു അനുമതി നിഷേധിച്ചത്. ഇത് ശരിയല്ല. കാരണം ഒരു വ്യക്തിക്ക് കാണാൻ പറ്റാവുന്നതിൻ്റെയൊക്കെ അപ്പുറത്താണ് ആളുകളെ കാണുന്നത്. തീരെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരികയാണ്. വിവിധ സംഘടനകളെ പ്രതിനിധാനം ചെയ്തുകൊണ്ടുള്ള ആളുകൾ വരികയാണ്. 10 വർഷത്തിന് ശേഷമുണ്ടായ ഒരു ഭരണമാറ്റവുമായി ബന്ധപ്പെട്ട് PSC പരീക്ഷയിലെ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ആളുകൾ, ആശ്രിത നിയമനത്തിന് വേണ്ടി വരുന്ന ആളുകൾ, ബാങ്ക് ജപ്തിയുമായി വരുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ഏറ്റവും സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകളെ മുതൽ പ്രധാനപ്പെട്ട ആളുകളെ വരെ, ബാങ്കുകളിലെ പ്രതിനിധികൾ, സംഘടനകളുടെ പ്രതിനിധികൾ, കേരളത്തിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ വേണ്ടി താല്പര്യമായിട്ട് വരുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും കാണുന്നുണ്ട്. ഞാൻ ആരെയും കാണുന്നില്ലെന്നോ എൻ്റെ ഓഫീസ് ആർക്കെങ്കിലും അനുമതി നിഷേധിച്ചെന്നോ നിങ്ങൾ ദയവ് ചെയ്ത് വാർത്ത കണ്ടല്ലോ, മുഖ്യമന്ത്രി തന്നെ പറയുന്നത് കേട്ടില്ലേ? ഇതിൻ്റെ പേരിൽ കള്ള വാർത്തകളും കള്ളപ്രചരണങ്ങളും പടച്ചുവിടുന്ന ആളുകൾ ഒന്ന് ചിന്തിക്കുകയാണ്. ഇത് കേൾക്കുന്ന ഇതല്ലെങ്കിൽ ഇത് കാണുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആ ഓഫീസിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾ കാണും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഈ കള്ള വാർത്തകൾ പ്രചരിപ്പിച്ചു വിടുന്ന ആളുകൾ ഇത് ഇങ്ങനൊരു വിഷയം കൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടിട്ട് ദുരിതത്തിലായ ആളുകൾ മുഖ്യമന്ത്രി ഒന്ന് കണ്ട് അവരെ സങ്കടം ഒന്ന് അറിയിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾ പോലും അത് കേൾക്കുമ്പോഴത്തേക്കും പിന്നെ പോകാൻ നിൽക്കത്തില്ല. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ കയറ്റി വിടത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് കള്ള വാർത്തകൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ പോവാൻ വിചാരിച്ചിരിക്കുന്ന ആളുകൾ പോലും പോവാതെ പിന്നെ അവരും ചിലപ്പം അതൊരു മാനിപ്പുലേറ്റഡ് ആയി പോകും അല്ലേ? മുഖ്യമന്ത്രി തന്നെ പറയുന്നതാണ് ആർക്കും എപ്പം വേണമെങ്കിലും വരാം. പക്ഷെ ഒരു പരിധി ഉണ്ടേ. എത്ര പേരൊരു ദിവസം ആ ഓഫീസിൽ മുഖ്യമന്ത്രി കാണും? മുഖ്യമന്ത്രിക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഓഫീസിൽ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. ഇതറിയണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നമ്മളൊന്ന് ഒരു വട്ടം പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവിടുത്തെ തിക്കും തിരക്കും. ജനങ്ങൾ എത്ര ടൈപ്പ് ഓഫ് ജനങ്ങൾ, എത്ര തരത്തിൽ, എത്ര പ്രശ്നങ്ങളുമായിട്ട് വന്നിരിക്കുന്ന ജനങ്ങളെയാണ് അവിടെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന്. പിന്നെ പുള്ളിക്ക് അതുമാത്രമല്ല, മറ്റു പല പരിപാടികളുമുണ്ട്, ഉദ്ഘാടനമുണ്ട്, ചിലപ്പം അങ്ങോട്ടോ പല പരിപാടികളായിട്ട് പോകേണ്ടി വരും. അതിൻ്റെ ഇടയിലും കൂടെ ഇതിനു വേണ്ടിയിട്ട് തന്നെ പുള്ളി ഒരു സമയം കണ്ടെത്തുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് ഇതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി ഇതുപോലെ ഡയറക്റ്റ് പരാതി കൊടുക്കാൻ പറ്റുമായിരുന്നു? ഇല്ലായിരുന്നു. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ ഓഫീസിൽ ആർക്ക് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും കയറി ചെന്ന് പരാതി കൊടുക്കാം. അതാണ്. അപ്പോൾ ഈ കള്ളങ്ങൾ പ്രചരിപ്പിച്ച് വിടുന്നതും ഈ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളൊക്കെ ഇതൊന്ന് കാണണം. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ഞാനിവിടെ മറ്റേ DYFIയുടെ പൊതിച്ചോറുമായിട്ട് വിവാദമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നടന്ന് നമ്മൾ കണ്ടതാണ്. G. സുധാകരൻ പറഞ്ഞതും അതുപോലെ അതൊക്കെ K. മുരളീധരൻ പറഞ്ഞതും എല്ലാം വളച്ചൊടിച്ചിട്ട് പൊതിച്ചോറ് കൊടുക്കരുതെന്ന് വരെ ആക്കി തീർത്തത് അതൊരു ഈ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനെ വരെ മുഖ്യമന്ത്രി വി.ഡി. സതീശനും അതിന് മറുപടി പറയുന്നൊരു വീഡിയോ ഞാനിവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഇപ്പോൾ DYFI ഭക്ഷണം കൊടുക്കുന്നതിന് അഭിനന്ദിക്കുന്ന ആളാണ് ഞാൻ. ഭക്ഷണം കൊടുക്കുന്നതിൽ ഒരു വലിയ നല്ല കാര്യമല്ലേ കൊടുക്കുന്നത്? അതിനെന്താ തെറ്റ്? കൊടുത്ത് ചില സ്ഥലങ്ങൾ കയ്യേറിയ പ്രശ്നം വന്നു, ചില ആശുപത്രിക്കകത്ത് ചില സ്ഥലങ്ങൾ കയ്യേറിയ സ്ഥലം വന്നു. പിന്നെ എല്ലായിടത്തും ഒരു ഭയങ്കര പൊളിറ്റിസൈസ് ചെയ്യുന്ന രീതിയിൽ ബാനറും അതൊക്കെ കെട്ടി വന്നു. ഇപ്പം നെയ്യാറ്റിൻകരയിൽ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒരു 6 വർഷമായിട്ട് അവിടെ ആ ഗവൺമെൻറ് ഉണ്ടായിരുന്ന സമയത്ത് ആശുപത്രിയുടെ അകത്തേക്ക് കയറ്റിയിട്ടില്ല. ഞാൻ പോയിട്ട് റോഡിൻ്റെ പുറത്ത് വന്നിട്ടാണ് ഈ വിതരണത്തിൽ അവർ ഈ വാർഷികമൊക്കെ ആഘോഷിക്കുമ്പോൾ അവർ നമ്മളേക്ക് വിളിക്കും. ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പോയി കൊടുത്തത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് റൂട്ടിൽ കൊടുക്കണമെന്ന് ചോദിച്ചു ഭക്ഷണം. അപ്പോൾ പറഞ്ഞു, കഴിഞ്ഞ ഗവൺമെൻറ് ഇവർക്ക് കോൺഗ്രസ്സുകാരാണ് കൊടുക്കുന്നത് നെയ്യാറ്റിൻകരയിൽ, അതുകൊണ്ട് അകത്ത് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു ബാൻ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ച് സംസാരിച്ചിട്ട് അതൊന്നും മാറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ റോഡരികിൽ അപകടകരമാണ്, ആളുകൾ വന്നിങ്ങനെ കൂടി നിൽക്കുന്നത്. ഞാൻ പോയപ്പോൾ എനിക്കൊരു വല്ലാത്ത വിഷമം തോന്നി. പക്ഷെ അവർ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ DYFI ഭക്ഷണം കൊടുക്കുന്നതിന് അഭിനന്ദിക്കുന്ന ആളാണ് ഞാൻ. ഭക്ഷണം കൊടുക്കുന്നതിൽ ഒരു വലിയ നല്ല കാര്യമല്ലേ കൊടുക്കുന്നത്? അതിനെന്താ തെറ്റ്? ഭക്ഷണം കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതൊരു യുവജന സംഘടന അത് ചെയ്യുന്നത് നല്ല കാര്യമാണ്. ഞാൻ അവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവർ കൂടി അത് മാതൃകയാക്കി അത് ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ അത് ചെയ്യുന്നുണ്ട്. പക്ഷെ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ഈ സ്ഥലമൊക്കെ ആശുപത്രിയുടെയൊക്കെ കയ്യേറി ചെയ്യരുത്. അവിടെ പോയി ഇത് വല്ലാതെ പൊളിറ്റിസൈസ് ചെയ്യരുത്. അതൊക്കെ നോക്കണം. പിന്നെ നമ്മൾ കുറേ സംഘടനകളൊക്കെ സ്റ്റേറ്റ് വൈറ്റ് ചെയ്യുമ്പോൾ താഴെ തട്ടിലുള്ളവർ ചിലപ്പോൾ മുകളിലുള്ളവർ പറഞ്ഞ് കേൾക്കാതെ ഓവറായിട്ടൊക്കെ ചിലപ്പോൾ ചെയ്യണ കാര്യമാണ്. ഭക്ഷണം കൊടുക്കുന്നതിനൊന്നും എതിരായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഗവൺമെൻറ് എടുക്കില്ല. ആരോഗ്യമന്ത്രി അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞപ്പോൾ അത് അദ്ദേഹം ഇതാണ് അദ്ദേഹം ഉയർത്തിക്കാട്ടിയത്. അദ്ദേഹം അത് ക്ലാരിഫൈ ചെയ്തുകയും ചെയ്തു. പ്രശ്നം ഭക്ഷണം കൊടുക്കുന്നതിലൊന്നും ഞങ്ങളെതിരായിട്ടുള്ളൊരു നിലപാടും ഈ ഗവൺമെൻറ് സ്വീകരിക്കില്ല. കൊടുക്കുന്നവർ കുറച്ചുകൂടി ശ്രദ്ധിച്ചും ഭംഗിയായിട്ടും ചെയ്ത് ആളുകൾ ഇത് കൊടുത്താൽ അവർക്ക് വലിയ സന്തോഷവും കൊടുക്കുന്നത് നല്ല കാര്യമാണ്. ഒരു തെറ്റ്
ഓക്കെ, മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞ പോലെ ഭക്ഷണം കൊടുക്കുന്നതിനോട് ആർക്കും അഭിപ്രായമില്ല. അത് കൊടുക്കേണ്ട രീതിയിൽ നല്ലതുപോലെ കൊടുക്കുക. നല്ലതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലം കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടം കൈ അറിയരുത്. എന്നാൽ മാത്രമേ ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വേറുള്ള എന്തോ ആയിക്കോട്ടെ, ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ കൊടിയും ബാനറും എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? കൊടിയും ബാനറും വെച്ച് കൊടുക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെ വളച്ചൊടിച്ച് രാഷ്ട്രീയപരമായിട്ട് കൊടുക്കരുത് എന്ന് വരെ ആക്കി തീർത്തു അല്ലേ? എന്നിട്ട് അതിനെതിരെ പ്രചരണവും തുടങ്ങി. കൊടുക്കരുതെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. കൊടുക്കുന്നത് നല്ലതാണെന്നാണ് എല്ലാവരും പറയുന്നത്. നല്ല പ്രവൃത്തി തന്നെയാണ് ചെയ്യുന്നത്. DYFI ചെയ്യുന്നത് നല്ല പ്രവൃത്തിയാണ്. പക്ഷേ ഈ ഭക്ഷണത്തിൻ്റെ പേരിൽ എന്തിനാണ് ഈ പറഞ്ഞിട്ടുള്ള കൊടിയും ബാനറും കെട്ടി ആ മേടിക്കുന്ന ആളുകൾക്ക് ഇതൊരു ദാനം ചെയ്യുന്നത്, നമുക്ക് ദാനം കിട്ടുവാണെന്നൊരു തോന്നൽ വരാതിരിക്കണം. ഭക്ഷണമാണ്, എന്നാലേ നമ്മൾ കൊടുക്കുന്നതിനൊരു പുണ്യം, നമുക്ക് അതിനൊരു പ്രതിഫലം പുണ്യമായിട്ട് കിട്ടണമെങ്കിൽ അത് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കണം അല്ലേ? വേറെ എന്തെങ്കിലും ആണെങ്കിലും ഓക്കെ, കുഴപ്പമില്ല. കൊടി കുത്തിയോ ബാനർ കുത്തിയോ കെട്ടിയോ വെച്ച് കൊടുത്തോ. പക്ഷേ ഈ ഒരു പ്രവൃത്തി അവർ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ജനങ്ങളുടെ പിന്തുണ കിട്ടട്ടേ ഉള്ളൂ. കണ്ടില്ലേ, അവർ അങ്ങനെ ആ ഫുഡ് കൊടുക്കുന്നുണ്ട്. അവരൊരു കൊടിയോ ഒരു ഐഡൻറ്റിറ്റിയോ ഇന്ന പ്രസ്ഥാനമാണോ എന്നൊന്നും അവർ നോക്കാതെയാണ് അവർ ചെയ്യുന്നതെന്ന് ജനങ്ങൾ പറയും. ആ ഒരു പ്രശംസ വേറെ തന്നെയാണ്. നേരെ മറിച്ച് അവിടെ കൊണ്ട് എഴുതി വെച്ച് ഇത് ഞങ്ങളുടെയാണ് എന്ന് ഒരു ലേബലിനകത്ത് കൊടുക്കുന്നതും അതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള കെ മുരളീധരൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ സ്ഥലം കയ്യേറി എന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതും ഇവിടെ വി ഡി സതീശൻ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഞാൻ ആദ്യത്തെ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് ആരെയും നമ്മളൊരു കുട്ടിയെ സഹായിക്കുന്നല്ലോ, ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ ഇതും കൂടെ, ഈ നല്ല കാര്യം കൂടി ഒന്ന് കാണുക. അത് അവർ ചെയ്യുന്ന നല്ല സൈഡും കൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അതും കൂടെ എടുത്ത് പബ്ലിക്കിലും പറയുക എന്നാണ് എൻ്റെ അഭിപ്രായം. അവർ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ഭാഗത്തുനിന്ന് വരുന്ന തെറ്റുകൾ മാത്രം ചൂണ്ടിക്കാണിക്കുന്ന കുറേ ആളുകളുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് ഉറപ്പായിട്ട് എല്ലാവരും കാണുന്ന ആളുകളെല്ലാം കമൻറ്റ് ചെയ്യണം. പിന്നെ നഷ്ടമൊന്നും ഇല്ലല്ലോ, ഒരു ലൈക്കും ഒരു സബും കൂടെ ഒന്ന് ചെയ്ത് ഫോളോയും കൂടെ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.